നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷ്ന ഹുസൈൻ, രക്ഷ ആയുർവേദ ക്ലിനിക്. ഭൂരിഭാഗം ആൾക്കാരും നേരിടുന്ന ഒരു വിഷയമാണ് കയ്യിലെയും കാലിലെയും ഒക്കെ തൊലി പോയിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത്. ഇത് കൂടുതൽ കാണപ്പെടുന്നത് ഡിസംബർ ജനുവരി പോലെയുള്ള വിന്റർ സീസൺസിലാണ്. അതുപോലെ തന്നെ പാത്രം കഴുകുന്ന സോപ്പിന്റെയോ ഡിറ്റർജന്റിന്റെയൊക്കെ അലർജി മൂലവും ഈ ഒരു കണ്ടീഷൻ കാണാറുണ്ട്. വൈറ്റമിൻസിന്റെ കുറവ് മൂലം തൈറോയിഡ്, പ്രമേഹം പോലെയുള്ള അസുഖത്തോടനുബന്ധിച്ച്, അത്ലറ്റ്സ് ഫുട്ട് പോലെയുള്ള ഫംഗൽ ബാക്ടീരിയൽ ഡിസീസസിനോടനുബന്ധിച്ച്, സിവിയർ ആയിട്ടുള്ള പനിക്ക് ശേഷം അതിനോടനുബന്ധിച്ചും ഒക്കെ ഈ ഒരു കണ്ടീഷൻ കാണാറുണ്ട്. സീസണലായിട്ട് കണ്ടുവരുന്നതിൽ കയ്യിൽ പരിപരിപ്പും ഹൈപ്പർ സെൻസിറ്റിവിറ്റി മാത്രമാണ് ഇഷ്യൂസ്. എന്നാൽ അലർജി കണ്ടീഷൻ മൂലമാണെങ്കിൽ കയ്യിൽ ചൊറിച്ചിലും ചുവന്ന തടിപ്പും ഒക്കെ കാണാറുണ്ട്. സീസണൽ ചേഞ്ചസ് മൂലമുള്ള ഡ്രൈനസിൽ കുളിച്ചതിന് ശേഷവും കൈ വാഷ് ചെയ്തതിനു ശേഷവും ഒക്കെ നിങ്ങൾ ഒലിവ് ഓയിൽ, എള്ളെണ്ണ, വിർജിൻ കോക്കനട്ട് ഓയിൽ ഒക്കെ വെച്ചിട്ട് കയ്യിൽ പുരട്ടാവുന്നതാണ്. അതുപോലെ തന്നെ മൈൽഡ് ഓർഗാനിക് സോപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഡിറ്റർജന്റ് ആണെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജൻസ് യൂസ് ചെയ്ത് പാത്രം കഴുകാൻ ശ്രമിക്കുക. നിങ്ങൾ പാത്രം കഴുകുമ്പോൾ ഗ്ലൗസ് ധരിക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈ വാഷ് ചെയ്യുന്ന സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. അത് നിങ്ങളുടെ ഡ്രൈനസ് കൂട്ടും. മാവിലിട്ട് വെള്ളം തിളപ്പിച്ച് ആറിയതിനു ശേഷം അത് വെച്ച് കൈ കഴുകുന്നത് നല്ലതാണ്. രണ്ടാമതായി, തേന് കയ്യിൽ പുരട്ടുന്നത് നല്ലതാണ്. കുക്കുംബർ അരച്ച് കയ്യിൽ പുരട്ടാവുന്നതാണ്. മഞ്ഞളും ചന്ദനവും അരച്ച് കയ്യിൽ പുരട്ടാവുന്നതാണ്. ആര്യവേപ്പിന്റെ ഇല, മഞ്ഞൾ, തുളസി ഇല മിക്സ് ചെയ്തിട്ട് അത് അരച്ച് കയ്യിൽ പുരട്ടാവുന്നതാണ്. അലോവേരയുടെ പൾപ്പ് കയ്യിൽ പുരട്ടാവുന്നതാണ്. ഈ പറഞ്ഞവയെല്ലാം ആന്റി ഇൻഫ്ലമേറ്ററി, സ്കിൻ പ്രൊട്ടക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ശതദൗതഘൃതം എന്ന മെഡിസിന് ഒരു ഗുഡ് മോയിസ്ചറൈസർ ആയിട്ട് നിങ്ങൾക്ക് കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇതിനെല്ലാം പുറമെ ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. നിങ്ങൾ ഈ റെമഡീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു 2 ആഴ്ചയിലും ഒരു റിസൾട്ടും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ പനിയോ ക്ഷീണമോ ഇതിനോടനുബന്ധിച്ചുണ്ടെങ്കിലും നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.